ഹേയ് ഹലോ, ഡിസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ പുതുതായിട്ട് മൾട്ടിപ്പിൾ വിസയിൽ, അതായത് വിസിറ്റിംഗ് വിസയിൽ സൗദി അറേബ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങളെ ഫാമിലിയെ വിസിറ്റിംഗ് വിസയിൽ സൗദിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരോ ഒരാളാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയണത്. അപ്പോൾ ലാഗില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിസിറ്റിംഗ് വിസയിൽ സൗദി അറേബ്യയിൽ വന്നാൽ പരമാവധി ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയുന്ന കാലാവധി എന്ന് പറഞ്ഞത് 90 ദിവസമാണ്, അതായത് 3 മാസമാണ് മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തുടരണമെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യണത് ജോർദാനാണ്. സൗദി ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം ആയതുകൊണ്ടായിരിക്കാം നമ്മളെ ജിദ്ദ, മക്ക, മദീന, ദമാം ഈ ഏരിയകളിലൊക്കെ വിസിറ്റിംഗ് വിസ പുതുക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന രാജ്യം ജോർദാൻ തന്നെയാണ്. അപ്പോൾ ജോർദാനിക്ക് ഡെയിലി വരുന്ന ടീമുണ്ട്. അല്ലെങ്കിൽ തോന്നുന്നത് ജിദ്ദയിൽ നിന്നൊക്കെ ഷർഫയിൽ നിന്ന് വീക്കിലി 2 ടൈം, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അവിടെ നിന്ന് ബസ്സെടുത്ത് തിങ്കളാഴ്ച ബസ്സെടുത്ത് ചൊവ്വാഴ്ച ഇങ്ങോട്ട് എത്തുന്ന രീതിയിലും വ്യാഴാഴ്ച ബസ്സെടുത്ത് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങോട്ട് എത്തുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്ന ടീമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഒരു വട്ടം ജിദ്ദയിലായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിൽ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ പുതുക്കാൻ വേണ്ടി വന്ന എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ജിദ്ദയിൽ നിന്ന് തോന്നുന്നു ഷർഫയിൽ നിന്ന് ഞാൻ ഒരു തിങ്കളാഴ്ച ദിവസം നമ്മൾ രാവിലെ ഒരു 12 മണിക്ക് അവിടുന്ന് ബസ് കയറിയാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി സമയത്ത് നമ്മൾ ഇവിടെ എത്തും. അതായത് ഒരു 10-16 മണിക്കൂർ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യണം, എന്നാലേ നമുക്ക് ഇവിടെ എത്താൻ കഴിയുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാർക്കിൽ, ഞാൻ ബാക്കിൽ കാണുന്ന പാർക്കിൽ വന്ന് നിർത്തും ബസ്. ഇവിടുന്ന് സൗദിയാൾ വണ്ടിയിൽ നമ്മൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ സ്ട്രൈറ്റ് പോയാൽ സൗദി അറേബ്യയുടെ ബോർഡറാണ്. ജോർദാൻ്റെ ബോർഡർ എത്തി. ജോർദാൻ്റെ ഇതിൽ പോയി നമ്മൾ കറങ്ങി വന്ന് പുതുക്കി സീൽ ചെയ്ത് റിട്ടേൺ കൊണ്ടുവന്ന് നമ്മൾ ഇതേ പാർക്കിൽ തന്നെ കൊടുന്ന് തട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 280 റിയാലിനായിരുന്നു ഞാൻ ജിദ്ദയിൽ നിന്ന് ഇവിടെ വരെ വന്ന് വിസിറ്റിംഗ് വിസ പുതുക്കി തിരിച്ച് ജിദ്ദയിൽ തന്നെ എത്തിക്കാൻ എനിക്ക് ചിലവായത് അന്ന് 280 റിയാലായിരുന്നു. ഇനി നിങ്ങൾ സ്വന്തം വാഹനത്തിൽ ജിദ്ദയിൽ നിന്നോ മദീനത്തു നിന്നോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് എൻഡ് പോയിൻ്റ് ഈ പാർക്ക് തന്നെയാണ്. ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടുത്തെ സൗദിയാൾ വണ്ടിയിൽ നമ്മൾ അവിടെ വരെ പോയി ചെയ്തു വരണം. അതിന് ഇവർക്ക് 200 റിയാലാണ് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിദ്ദയിൽ നിന്ന് നമ്മൾ ബസ്സിന് വരികയാണെങ്കിൽ 280 റിയാൽ വരുള്ളൂ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ 200 റിയാൽ ഇവിടെ കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൺലൈനായിട്ട് പുതുക്കാൻ അവസരങ്ങളുണ്ടെങ്കിലും ഒരു മാക്സിമം വിസിറ്റ് വിസയിൽ വന്ന് നമ്മുടെ രാജ്യത്ത് പോകാതെ ഇവിടെ തുടരാൻ ഇങ്ങനെ പുതുക്കി നിൽക്കുകയാണെങ്കിൽ തന്നെ 15 മാസമാണ് മാക്സിമം എനിക്ക് തോന്നുന്നത്. 15 മാസത്തിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മളെ രാജ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഈ 15 മാസത്തിൽ നമ്മൾ 4-5 വട്ടം പുതുക്കേണ്ടി വരും. അതിൽ 1-2 വട്ടമൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഓൺലൈനായിട്ട് പുതുക്കാൻ കഴിയുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ വന്ന് വേറെ രാജ്യത്ത് പോയി എക്സിറ്റ് അടിച്ച് പോയി റീ എൻട്രി. നിലവിൽ ജിദ്ദയിൽ നിന്ന് നമുക്ക് ഇവിടെ വന്ന് പുതുക്കാൻ ഒരുപാട് ഏജൻസി ഉണ്ട്, ട്രാവൽസുകാരുണ്ട്, മദീന, മറബ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബയോയിൽ ഇൻസ്റ്റാ ID ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾക്ക് നമ്പർ അയച്ചു തരാം. ഞാൻ ഇതിൽ കൊടുക്കണില്ല. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഇതിൽ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കുക. എങ്ങനെയായാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ജിദ്ദയിൽ നിന്ന് വരാനുള്ള സൗകര്യങ്ങൾ ഏകദേശം എനിക്ക് അറിയാം, ട്രാവൽസും കാര്യങ്ങളൊക്കെ അറിയാം. ബാക്കിയുള്ളതൊന്നും നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന്
ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പരിഗണിക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കാണുന്നവർക്ക് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഓക്കെ, ബൈ.